നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യകമ്പനി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് BJP മെമ്പർമാർ വിട്ടുനിന്നതോടെ 22 അംഗ ഭരണസമിതിയിൽ പ്രമേയ ചർച്ചയ്ക്ക് എത്തിയത് 8 CPM മെമ്പർമാർ മാത്രം. ബ്രൂവറി അനുകൂല നിലപാട് സ്വീകരിച്ച CPM-ന് പ്രാദേശികമായി വീണ്ടും തിരിച്ചടി. എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകൾ. പാലക്കാടൻ കർഷക മുന്നേറ്റവും ഹരിത അസോസിയേഷനും ഐക്യദാർഢ്യ പൊതുയോഗം നടത്തി. ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന് അഭിമാനമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ. വ്യാപാരികളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൊഴിൽ നികുതി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കണം. കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമിതിയുടെ പ്രതിഷേധ ധർണ. ദേശങ്ങളിൽ നിന്ന് കാഴ്ചയുടെ കാണിക്കയൊഴുകി. വാടനകുഷി മൂലേക്കാവ് പൂരം വർണ്ണാഭം. ചേലക്കര കാളിയറോഡ് നേർച്ചാഘോഷം തുടരുന്നു. പതിവ് തെറ്റിക്കാതെ മുട്ടും വിളിയുമായി പാലക്കാടിന്റെ ഉസ്താദ്. എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. 22 അംഗ ഭരണസമിതിയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് ആവശ്യമായ 12 പേരുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച പോലും ചെയ്യാൻ കഴിയാതെ തള്ളിക്കളഞ്ഞത് CPM-ന് കനത്ത തിരിച്ചടിയായി. BJP-യും കോൺഗ്രസും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാതിരുന്നത്. പ്രമേയാവതരണത്തിന് ക്വാറം തികയാൻ 11 അംഗങ്ങൾ വേണമെന്നിരിക്കെ CPM-ന്റെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. ഇതോടെ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് BJP-യും കോൺഗ്രസും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രമേയം തള്ളിയതിനെ തുടർന്ന് CPM അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. കോൺഗ്രസും BJP-യും ഒത്തുചേർന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. അവിശ്വാസം പാസ്സാകാൻ ആവശ്യമായ ഭൂരിപക്ഷം CPM-ന് ഇല്ലെന്നും അതുകൊണ്ട് തന്നെ പ്രമേയം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പഞ്ചായത്തിൽ മദ്യക്കമ്പനി വേണ്ട എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം പാസ്സാവുകയും ചെയ്തിരുന്നു. 8 CPM അംഗങ്ങൾ മാത്രമാണ് ഈ പ്രമേയത്തിനെ എതിർത്തത്. ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മദ്യ മുതലാളിമാർക്കും കോടീശ്വരന്മാർക്കും വേണ്ടി പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഇതിപ്പോ CPM-ന്റെ ഒരു പരിണാമ സിദ്ധാന്തം കൂലിപ്പണിക്കാർക്ക് വേണ്ടി വാദിച്ചവർ കോടീശ്വരന്മാർക്കും മദ്യ മുതലാളിമാർക്കും വേണ്ടി വാദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ള. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന് അഭിമാനമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ. ബ്രൂവറി വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാടൻ കർഷക മുന്നേറ്റവും ഹരിത അസോസിയേഷനും എലപ്പുള്ളിയിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടികൾ കൈക്കൂലി കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളെയും പഞ്ചായത്ത് മെമ്പർമാരെയും വിലക്കെടുക്കാൻ ഒയാസിസ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് PA പൗരൻ ആരോപിച്ചു. കമ്പനി സാമ്പത്തിക പ്രലോഭനത്തിൽ പലരെയും അകപ്പെടുത്തി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന്റെ അഭിമാനമാണെന്നും മദ്യകമ്പനിയുടെ ഗൂഢാലോചനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കോൺഗ്രസും BJP-യും ജനങ്ങൾക്കൊപ്പം ഒന്നിച്ചു നിൽക്കണമെന്നും PA പൗരൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അനുമതി നേടി ജലചൂഷണം നടത്താമെന്ന കമ്പനിയുടെ വ്യാമോഹം നടക്കില്ലെന്നും PA പൗരൻ വ്യക്തമാക്കി. എൻവയോൺമെന്റ് കമ്മിറ്റിയെ നിയമിക്കുവാൻ ഉത്തരവിടുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പാരിസ്ഥിതിക കമ്മിറ്റിയിൽ
എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പ്രാദേശിക പാരിസ്ഥിതിക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ അകത്ത് പ്രവേശിക്കുവാൻ എനിക്ക് അനുമതി കിട്ടി. അങ്ങനെ അകത്ത് പ്രവേശിച്ച് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് കമ്പനി 60 ബോർവെല്ലുകൾ നിയമവിരുദ്ധമായി അവിടെ കുഴിക്കുകയും ആ ബോർവെല്ലുകളിൽ നിന്നുമാണ് കമ്പനിക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചുകൊണ്ടിരുന്നത് എന്ന്. അങ്ങനെ നിയമവിരുദ്ധമായി വെള്ളം ശേഖരിച്ചതിന്റെ ഫലമായിട്ടാണ് സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ ബോർവെല്ലുകളിലെയും അതേപോലെ നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടർ സോഴ്സസുകളും അടഞ്ഞു പോവുകയും അല്ലെങ്കിൽ കർഷക മുന്നേറ്റം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എസ് സജീഷ് കുത്തനൂർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ, മണ്ണുക്കാട് ബ്രൂവറി വിരുദ്ധ സമരസമിതി രക്ഷാധികാരി പുതുശ്ശേരി ശ്രീനിവാസൻ, എം.എൻ. രാവുണ്ണി പോരാട്ടം, പരിസ്ഥിതി പ്രവർത്തകൻ ആറുമുഖൻ പത്തിച്ചിറ, ദുരന്ത നിവാരണ ഗവേഷകൻ കെ ശരവണകുമാർ, പാണ്ടിയോട് പ്രഭാകരൻ, രമേഷ് മേത്തല, ഒ.എച്ച്. ഹലീൽ, വി രവീന്ദ്രൻ, അധിരഥൻ, വിളയോടി ശിവൻകുട്ടി, റൈമണ്ട് ആന്റണി, ജ്യോതിഷ് പുത്തൻസ്, ശിവദാസ് നൊച്ചുള്ളി, കെ ആർ ഹിമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൊഴിൽ നികുതി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് വ്യാപാരികളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വ്യാപാരി നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധ ധർണ യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ശിവദാസ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വർധനവില്ലാതെ 1ഉം 2ഉം 5ഉം സ്ലാബുകളിലുള്ള പുസ്തകം 120 രൂപ ഉണ്ടായിരുന്ന ടാക്സിനെ കൊണ്ടുപോയി 320ഉം 560ഉം ആക്കിക്കൊണ്ട് സർക്കാർ നിലവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മൾ പാവപ്പെട്ട തൊഴിൽ വ്യാപാരികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ 2000ഉം 3000ഉം മാസം വരുമാനമുള്ള വ്യാപാരികളെ കൊണ്ട് പിരിയുന്ന ഒരു സംരംഭമാണ് ഇന്നത്തെ സർക്കാർ നിലകൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ധർണയ്ക്ക് ശേഷം വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി റദ്ദാക്കുക, അന്യായമായ ഹരിതകർമ്മസേന യൂസർ ഫീ ഒഴിവാക്കുക, വ്യാപാര മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക, വ്യാപാര മേഖലയെ സംരക്ഷിക്കുക, ഉദ്യോഗസ്ഥ പീഡനങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി. കോട്ടായി സെന്ററിൽ നിന്നും വ്യാപാരികൾ പ്രകടനമായാണ് ധർണയ്ക്കെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാടാനംകുറിശി മൂലേക്കാവ് പൂരം വർണ്ണാഭമായി. വിവിധ ദേശകമ്മിറ്റികളുടെ കാഴ്ചവിരുന്ന് വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ സംഗമിച്ചു. വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവിലമ്മയ്ക്ക് കാഴ്ചയുടെ വിരുന്നാണ് ഒരുക്കിയത്. വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഗജവീരന്മാർ, ഇണക്കാളകൾ തുടങ്ങിയവ കാഴ്ചയുടെ തലയെടുപ്പായി. കുഴിയാനംകുന്ന് ദേശം, പടിഞ്ഞാറ്റുമുറി ദേശം, പുതിയ റോഡ്, തെക്കേക്കുന്ന് സംഘം കമ്മിറ്റി എന്നീ ആഘോഷ കമ്മിറ്റികളുടെ വേലകളാണ് അണിനിരന്നത്. കൂട്ടിയെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, തായമ്പക എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പതിവ് തെറ്റിക്കാതെ കാളിയ റോഡ് നേർച്ചയ്ക്ക് മുട്ടും വിളിയുമായി പാലക്കാട് ജില്ലയിലെ കണ്ണമ്പറയിൽ നിന്നും 75 വയസ്സുള്ള ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ എത്തി. 58ാം തവണയാണ് ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. പ്രതിഫലം മോഹിച്ചല്ല, ഒരു പുണ്യകർമ്മമായാണ് താൻ ഇതിനെ കാണുന്നതെന്നും ഉസ്താദ് പറഞ്ഞു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടന്നുവരുന്ന കാളിയാറോഡ് നേർച്ചയ്ക്കാണ് പതിവ് പോലെ ഉസ്താദ് മുഹമ്മദ് എത്തിയത്. ഇത്തവണ മകൻ അബൂബക്കർ സിദ്ദിഖും പേരക്കിടാങ്ങളായ 12 വയസ്സുള്ള ഫയാസ് മൊയ്തീനും 7 വയസ്സുകാരൻ ഹൈഫാസ് ബിലാലും ഒപ്പമുണ്ട്. മുട്ടും വിളി എന്ന കല അന്യം നിന്നു പോകരുത് എന്ന് കരുതിയാണ് വാർദ്ധക്യം അനുവദിച്ചില്ലെങ്കിലും താൻ ഇവിടെ എത്തിയത് എന്ന് ഉസ്താദ് പറഞ്ഞു. ഒപ്പം
വളരെ അതവോടും കുരുത്തോടുകൂടി വന്ന് 58ാമത്തെ വർഷവും പൂർത്തിയാക്കി. അതിന് ഈ കമ്മിറ്റിക്കാരനോടും നാട്ടുകാരനോടും എല്ലാവരിനോടും നന്ദി ഒരു 100 പ്രാവശ്യം രേഖപ്പെടുത്തുന്നു. ഈത്തപ്പന വരുന്ന സമയത്ത് 2 കുട്ടികളുണ്ടല്ലോ, അപ്പം അതെന്താണ്? പേരക്കുട്ടികളാണ്. ഒന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവർക്ക് മുട്ടുംപിടിയുടെ വാക്താക്കളാണത്. വാർത്ത കേൾക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അനുഗ്രഹം കൊണ്ട് അത് മേലോക്കം വരണം. അപ്പോൾ നമ്മൾ കാണാൻ വരും തലമുറകളെയും പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അതെ. രാവും പകലും 3 ദിവസങ്ങളിലും മുട്ടുംവിളി ഉണ്ടാകും. മുരശ്, ഒറ്റ, ഡോൾ, തപ്പ് എന്നീ വാദ്യോപകരണങ്ങളുടെ സമന്വയമാണ് മുട്ടുംവിളി. ചരിത്രത്തിലെ 2 യുദ്ധങ്ങളായ ബദർ, ഉഹദ് എന്നിവയെ ആസ്പദമാക്കി മൊയ്തീൻകുട്ടി വൈദ്യർ രചിച്ചതുൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെ മാന്ത്രിക കുഴലിലൂടെ ഗാനങ്ങളായി ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇത്തവണ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കല്ലൂർ ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സദനം ശ്യാമളൻ മുഖ്യപ്രഭാഷണം നടത്തി. മൃഗങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടും അവർക്ക് വെള്ളമായും ഭക്ഷണമായിട്ടും വേണ്ട സ്ഥലത്തുകൾ കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടും സ്നേഹിക്കുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുന്ന മനുഷ്യന്മാർ അറിഞ്ഞുകൊണ്ട് പിന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ മെനക്കെടാറില്ല. അതിനോട് യോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് കൃഷിക്കാർ, പച്ചക്കറി കൃഷിക്കാരും അതിൻ്റെ തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന ആളുകളും ബാലേട്ടനെ കണ്ടാൽ വിളിച്ച് വണ്ടിയിൽ പച്ചക്കറി എടുത്തു കൊടുക്കണം, എറിഞ്ഞു കൊടുക്കണം. ബാലേട്ട, നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ചന്ദ്രൻ, PC ജയരാജ്, E പത്മകുമാർ, മുണ്ടഞ്ചേരി മോഹൻദാസ്, മാസ്റ്റർ ശ്രീഹരി, സന്ദീപ്, അജിത്, YN ജയഗോപാൽ എന്നിവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച മാതൃകയായ ശബരിനാഥ്, നന്ദൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കല്ലൂർ ബാലനെക്കുറിച്ച് ശ്രീഹരി കവിതാലാപനം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ചെറുതുരുത്തി കോഴുമമ്പറമ്പ് ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള അവാർഡ് വിതരണം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ TK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഈശ്വര ചൈതന്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളിലേക്ക്, പ്രതിഷ്ഠകളിലേക്ക് ആവാഹിച്ച് അവിടെ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിരന്തരമായിട്ടുള്ള പരിചരണം, ഞാൻ ഈ മത്സ്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞ പോലെ നിരന്തരമായിട്ടുള്ള പരിചരണമുണ്ടെങ്കിൽ മാത്രമേ, നമ്മളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, നമ്മളുടെ സമർപ്പണങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ സങ്കീർത്തനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ വഴിപാടുകളുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഈശ്വര ചൈതന്യം അവിടെ നിലനിൽക്കുകയുള്ളൂ. ഈ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കോഴിമമ്പറമ്പ് പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം ഗോപാലകൃഷ്ണന് 15,001 രൂപയും പുരസ്കാരവും പ്രശസ്തി പത്രവും, മണ്ണത്തെ മുരളീധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മുരളീരവം പുരസ്കാരം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസിന് 10,001 രൂപയും പുരസ്കാരവും പ്രശസ്തി പത്രവുമാണ്. ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ ആദരവുകളായ രവികിരണം പുരസ്കാരം ഡോക്ടർ വാസുദേവൻ വൈദ്യർ, രാഘവീയം പുരസ്കാരം KP കമല ടീച്ചർ, ഗീതാനന്ദം പുരസ്കാരം കലാമണ്ഡലം കാർത്തിക് ശങ്കർ എന്നിവർക്കും നൽകി. ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണഴി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ A അനന്തകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സന്ധ്യ മന്നത്ത്, KK മുരളീധരൻ, K സുന്ദരൻ, അനുശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രകലാ സാംസ്കാരിക സമിതി സെക്രട്ടറി PG രതീഷ് സ്വാഗതവും ട്രഷറർ മനോജ് തൈക്കാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓട്ടംതുള്ളൽ, പാഞ്ഞാൾ സ്വദേശികളായ വീട്ടമ്മമാരുടെ തിരുവാതിരക്കളി,
മറ്റു കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അഴുക്കുചാൽ വിഷയത്തിലെ പ്രശ്നത്തിന് പരിഹാരം. റെയിൽവേ നഗരസഭ അധികൃതർ, വിവിധ കൌൺസിലർമാർ, ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പാർക്കിംഗ് സ്ഥലം ഒരുക്കിയപ്പോൾ റോഡിന് സമീപത്തുള്ള അഴുക്കുചാൽ റെയിൽവേ ഉയരത്തിൽ നിർമ്മിച്ചിരുന്നു. ഈ സ്ഥലത്തുകൂടി മലിനജലം മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഒഴുകിപ്പോകുന്ന രീതിയിൽ ചാലിന്റെ ആഴം കൂട്ടി റെയിൽവേ കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. റെയിൽവേ അശാസ്ത്രീയമായി മലിനജല ചാൽ നിർമ്മിച്ചതാണ് പ്രശ്നത്തിന് കാരണമായതെന്നും നിലവിലുള്ള അപാകതകൾ പരിഹരിക്കാമെന്ന് റെയിൽവേ ഉറപ്പു നൽകിയതായി നഗരസഭ അധികൃതർ പറഞ്ഞു. ഒപ്പം തന്നെ അപ്സര ഹോട്ടൽ മുതൽ തിയേറ്റർ വരെയുള്ള ഭാഗത്തുള്ള അഴുക്കുചാലിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കാനാണ് തീരുമാനം. മാലിന്യങ്ങൾ ചാലിലേക്ക് ഒഴുക്കിവിടുന്ന വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തി അത് നിർത്തലാക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഈ മലിനജലം വരുന്ന സ്ഥാപനങ്ങളും വീടുകളും കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് അപ്സര ഹോട്ടൽ മുതൽ വെറ്റിനറി ഹോസ്പിറ്റലിന് മുന്നിലൂടെ തിയേറ്റർ വരെ പോകുന്ന ഡ്രെയിനേജ് പൊളിച്ച് അവിടെയും കുറേ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നമുണ്ട്. അതെല്ലാം മാറ്റാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചു. മാത്രമല്ല റെയിൽവേ നിലവിലുള്ള അപാകത പരിഹരിക്കാൻ നഗരസഭയുമായി ചേർന്ന് സഹകരിച്ചുകൊണ്ട് നിലവിലുള്ള അപാകത പരിഹരിക്കാനായിട്ട് റെയിൽവേ തയ്യാറായിട്ടുണ്ട്. അത് നിലവിലുള്ള ഡ്രെയിനേജ് ആഴം കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് വെള്ളം സുഗമമായി പോകുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് റെയിൽവേയും നഗരസഭയും എല്ലാം ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രദേശത്തുള്ള മലിനജലത്തിൻ്റെ ഒഴുക്ക് പൂർണ്ണമായിട്ടും നിർത്താനും അതോടൊപ്പം തന്നെ ആ പ്രദേശം ഒന്ന് മനോഹരമാക്കാൻ ഈ ഡ്രെയിനേജ് പോകുന്ന സ്ഥലത്ത് പാത്വേ ഉണ്ടാക്കാനും അത് PWDയുമായിട്ട് സംസാരിച്ച് റെയിൽവേ അതിനെ സഹായിക്കാനും ഇപ്പോൾ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15 വൈകുന്നേരം 5 മണിക്ക് വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നടത്തുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ വനിതാ ഹോസ്റ്റലിന്റെയും വനിതാ ജിംനേഷ്യത്തിന്റെയും പ്രവർത്തന ഉദ്ഘാടനവും ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനവും ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ എന്നിവയും നടക്കും. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിക്കും. വനിതാ ജിംനേഷ്യം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് നിർവഹിക്കും. ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ, ലിംഗപദവി പഠന റിപ്പോർട്ട് പ്രകാശനം എന്നിവ മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ലൈഫ് ഭവന പദ്ധതിക്ക് പഴഞ്ചേരിയിൽ ഡോക്ടർ ഹംസ പറമ്പിലാണ് 15 സെന്റ് സ്ഥലം വിട്ടുനൽകുന്നത്. പഞ്ചായത്തിൽ 300 വീടുകൾ പ്രഖ്യാപിച്ചതിൽ 250 എണ്ണം പൂർത്തീകരിച്ചു എന്നും 17 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് വനിതാ ഹോസ്റ്റലിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നടത്താൻ പോകുന്ന വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പത്രസമ്മേളനം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മാറ്റി വെച്ചുകൊണ്ടൊരു വനിതാ ജിമ്മ് പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് നിർവഹിക്കും. അതോടൊപ്പം ലിംഗനീതി സമത്വവുമായി ബന്ധപ്പെട്ട് 2022-23 വർഷം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിശദമായ പഠനം നടത്തുകയുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏതൊക്കെ രൂപത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഒരു പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം ഇനി തുടർ വർഷങ്ങളിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലുള്ള സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പുഷ്പലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും
സെമിനാറും ഫെബ്രുവരി 15 ശനിയാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും ഫെബ്രുവരി 15 ശനിയാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും. അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും 15 രാവിലെ 10 മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയാവും. സംസ്ഥാനത്തെ 14 റവന്യൂ ജില്ലകളിൽ മത്സരിച്ച് 1ാം സ്ഥാനം ലഭിച്ചവരാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുക. സ്റ്റേജിതര മത്സരങ്ങളിൽ 16 ഇനങ്ങളായി വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന 300-ൽ പരം അധ്യാപക പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. ആനന്ദവല്ലി അധ്യക്ഷയാവും. പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2025 ഫെബ്രുവരി 15 പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉദ്ഘാടനം ശ്രീ മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഒ. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രമുഖ സമിതി 14 റവന്യൂ ജില്ലകളിൽ നിന്നും 16 ഇനങ്ങളിലായി 200-ൽ പരം അറബി അധ്യാപക പ്രതിഭകൾ മാറ്റിവെക്കും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ MT ആമിന, വി. അബ്ദുൾ റസാഖ്, KM മുഹമ്മദ് റഷീദ്, ടി. സെയ്ദ് അലവി, പി. മരക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യ കമ്പനി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് BJP മെമ്പർമാർ വിട്ടുനിന്നതോടെ 22-അംഗ ഭരണസമിതിയിൽ പ്രമേയ ചർച്ചയ്ക്ക് എത്തിയത് 8 CPM മെമ്പർമാർ മാത്രം. ബ്രൂവറി അനുകൂല നിലപാട് സ്വീകരിച്ച CPM-ന് പ്രാദേശികമായി വീണ്ടും തിരിച്ചടി. എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകൾ. പാലക്കാടൻ കർഷക മുന്നേറ്റവും ഹരിത അസോസിയേഷനും ഐക്യദാർഢ്യ പൊതുയോഗം നടത്തി. ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന് അഭിമാനമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ. വ്യാപാരികളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൊഴിൽ നികുതി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കണം. കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമിതിയുടെ പ്രതിഷേധ ധർണ. ദേശങ്ങളിൽ നിന്ന് കാഴ്ചയുടെ കാണിക്കയൊഴുകി. വാടനകുഷി മൂലേക്കാവ് പൂരം വർണ്ണാഭം. ചേലക്കര കാളിയറോഡ് നേർച്ചാഘോഷം തുടരുന്നു. പതിവ് തെറ്റിക്കാതെ മുട്ടും വിളിയുമായി പാലക്കാടിന്റെ ഉസ്താദ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.